എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃപാസനത്തിൽ എത്തിച്ചേരുമ്പോൾ പുതുതായിട്ട് എടുത്തുന്ന ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് എന്നെ എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഇത് ദൈവമാണ് കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വിഷയമായിട്ട് ആനുപാതികമല്ല. അതാ പ്രശ്നം. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവമാണ് കൊണ്ടുവന്നതെന്നറിയാം, ബട്ട് അവരുടെ ഒരു മിനിമം ഡൗട്ട് ചില ആൾക്കാർ നിലനിർത്താനുണ്ട്. ഒക്കുമായിരിക്കും അല്ലേ? ചിലക്ക് കൃപാസനം മാതാവിൽ അനുഭവമില്ലാത്ത കൊണ്ട് വിശ്വാസം ചിലർക്ക് ആദ്യഘട്ടങ്ങളിൽ കുറവായി വരാം. ചിലർക്ക് അവരിൽ തന്നെ വിശ്വാസമില്ല. അവർ ചിന്തിക്കണം, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമായിരിക്കുമോ? അവർ തന്നെ എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെൻ്റെ വലിയ മഹാസംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൊരു ധാരണയിലാണ് അവരങ്ങനെ പറയണത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. സാധാരണ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സാക്ഷ്യങ്ങൾ, ഈ സന്ത്രാസമൊന്നുമില്ലാതെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കറിയാം, സാക്ഷ്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രമായതുകൊണ്ട് സ്വാഭാവികമായി അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന സ്വാഭാവിക സാക്ഷ്യങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സാക്ഷ്യത്തിന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രശ്നം അല്ലത്, അത് ദൈവത്തിൻ്റെ പ്രശ്നമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തി 10-8 സൂചി കാണിച്ച് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് 2004 പ്രത്യക്ഷപ്പെട്ട് സന്ദേശം നൽകിയ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിച്ച് ലോകത്തിന് മാതാവിൻ്റെ സന്ദേശം കൈമാറണം. അതാണ് അതിനു വേണ്ടിയാണ് ഈ ഉടമ്പടി തന്നിരിക്കുന്നത്. ഉടമ്പടി തന്നതിൻ്റെ കാരണം ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രത്യക്ഷീകരണം നടക്കുന്നു. അവിടെ ഒന്നും കൊടുക്കാത്ത ഒരു പ്രത്യേക രക്ഷാകര പദ്ധതി ആദ്യം 2015 ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാമത്തെ വർഷത്തിൽ, അത് 10ാം വർഷമായെന്ന് എനിക്ക് പോലും അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ഇല്ലായിരുന്നു. കാര്യം കൃപാസനം വേറൊരു മോഡ് ഓഫ് സർവീസിൽ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് പഞ്ഞമില്ലായിരുന്നു, ആൾക്കാർക്ക് കുറവില്ലായിരുന്നു, ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2015 ആദ്യമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടി. എന്താണ്? അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി. അതൊന്നും എൻ്റെ വാക്കുകളൊന്നുമല്ല. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ജിസ്റ്റ് എന്ന് പറയണത്. അത് ആൾക്കാർ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഈ ഉടമ്പടി വരണത്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര ദൈവികമായ പദ്ധതി എന്തിനാണ്? കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും. അപ്പോൾ കുടുംബം അതിനകത്തുണ്ടേ. അപ്പോൾ കുടുംബത്തെ ഓറിയൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ അമ്മ ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉടമ്പടിയുടെ എല്ലാ വിഷയങ്ങളിലും കുടുംബജീവിതം തന്നെയാണ്. കുടുംബജീവിതം എന്ന് പറയണത് അതിനകത്ത് ജോലി, വീട്, വിവാഹം. നിങ്ങളവർക്കും എപ്പോഴും ഓർക്കും എന്താ എപ്പോഴും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പറയണത് എന്താണ്? മാനുഷ്യമായ വിഷയങ്ങൾ തന്നെയാണ് പറയണത് എല്ലാം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബം എന്ന് പറയണത് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റാണ്. കാര്യം കുടുംബം തകർച്ച നേരിടുന്ന, ദുരന്തം ഉണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ
നമ്മൾക്കറിയാം. അപ്പം ഞാൻ ചരിച്ചത് ഉടനെ പിറ്റേ മാസമാണ് സുനാമി ഉണ്ടായത്. പിന്നെ ഉടനെ ചിക്കൻ ഗുനിയ ഉണ്ടായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിപ്പ വൈറസ് വന്നു. പിന്നെ 2018 വന്നപ്പോൾ പ്രളയം വന്നു. 19 കോവിഡ് വന്നു. ഇങ്ങനെ ദുരന്തത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ വന്നു. അപ്പം ഞാനും ആ ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കണത്. പക്ഷേ എന്നാലും പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥന തന്നിരിക്കുന്നത് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എന്നാണ് കിടക്കുന്നത്. ആ പ്രാർത്ഥനയിൽ 2015 ആ വെളിപാട് പ്രത്യക്ഷീകരണം, ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന അതാണ്. അപ്പോഴേ കുടുംബമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് പ്രകൃതി ദുരന്തമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോഴെന്താ ഈശോ പറയണത്? പ്രകൃതി ദുരന്തം മാത്രമല്ല, ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളിലല്ലേ? ഈ കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത് കുടുംബങ്ങളുടെ ദുരന്തം സംഭവിച്ചാൽ പിന്നെ പ്രകൃതി സമാധാനമായിട്ടും കാര്യമില്ല. പിന്നെ കുടുംബം ദുരിതം അനുഭവിച്ചു. ഇപ്പം ചില ആൾക്കാർ വണ്ടി ഇടിച്ച് ചാകട്ടെ, എല്ലാം പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ല, കുഞ്ഞുങ്ങളും പോയി, എനിക്കാരുമില്ല, പിന്നെ ചത്താലെന്താ? മറ്റുള്ള ദുരന്തങ്ങളെല്ലാം ആൾക്കാർക്ക് സെക്കൻഡറിയാണ്. നമ്മളെന്തിനാണ് രോഗമില്ലാതിരിക്കണം? എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റണം. രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എനിക്ക് ഒരമ്മ രോഗമില്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കണ്ണടയുന്നവരെ എൻ്റെ വരെ എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം. കുടുംബമാണ് പ്രശ്നം. അപ്പോൾ ഈ കൃപാസനത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ദൈവികമായ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുടുംബത്തെയാണ്. ഈ കുടുംബം ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചീവ് ഇപ്പോഴാണ് നമുക്ക് തട്ടണമെന്ന്. യൂറോപ്പൊക്കെ നേരത്തെ തകർന്നതിൻ്റെ കൂടെ പള്ളിയും തകർന്നു. കുടുംബം തകർന്നപ്പോൾ പള്ളിയും തകർന്നു. ഞാൻ ചില രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അവിടെ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അച്ഛാ കുടുംബം തകർന്നു അവിടെ. അപ്പോൾ എന്ത് പക്ഷേ കഴിഞ്ഞാൽ കുടുംബം തകർന്ന് പള്ളി തകരും, അതുപോലെ തന്നെ സഭ തകരും, എല്ലാം തീരും. കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ കുടുംബത്തോടാണ് ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ ഡൈവേഴ്സുകാരും കോടതി കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ റിസൾട്ടിന് വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വിചാരിക്കണത് എങ്ങനെയെങ്കിലും ഈ കാലമാടനിടയ്ക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവളുടെ പഠിപ്പിൻ്റെ അധ്യത്വമാണ്, അവൾ പോയിട്ട് അവിടെ വേറെ ആൾക്കാരെ കമ്പനി അടിക്കുകയാണ്. അറിയാൻ പാടില്ല, ഇയാൾ സ്വന്തമായിട്ട് കൃതിക്കാണ് ഇവിടെ നാട്ടിലിരുന്നുകൊണ്ട് കൃതിക്കാണ്. അവളുടെ ഡ്യൂട്ടി കൊണ്ട് ഭാരം കൊണ്ട് ചിലപ്പോൾ സമയത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല. എടുക്കാഞ്ഞിട്ടല്ല, എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാൽ മാത്രമേ അവരെന്തുമാത്രം പ്രഷർ, ടെൻഷൻ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സ്നേഹം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ അകൽച്ച എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ ഈ വരാൻ പോണ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അകൽച്ചയാണ്. ശരിക്കും നമ്മൾ കുടുംബത്തിൽ വരുമ്പോൾ ഒരു മിനിമം കാഷ്വാലിറ്റി നമുക്ക് കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകും. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള കാരണവും താല്പര്യങ്ങളൊക്കെ വ്യക്തിപരമായത് കാരണം ചിലപ്പോൾ ചില ക്രാഷ് ഉണ്ടാകും. പക്ഷേ അത് 10% പക്ഷേ അകന്നിരിക്കുമ്പോൾ ഉള്ള ക്രാഷ് ഒരു 50% വരെ ചെല്ലും. എന്താ കാര്യത്തിൽ ഈ അകന്നിരിക്കുമ്പോഴുള്ള റിലേഷൻസ് മുഴുവൻ ഇക്കണോമിക് ഫൈനാൻസ് റിലേഷനാണ്. നോട്ട് ബോഡി റിലേഷൻ, നോട്ട് മെൻ്റൽ റിലേഷൻ. സ്കൈപ്പിലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബോറടിക്കത്തില്ല മനുഷ്യന്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് ബോറെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ അടിക്കും നമുക്കിട്ട് വന്ന്. നമ്മൾ തിരിച്ചടിക്കാൻ വല്ലതും പറ്റുമോ ബോറിനിട്ട്? അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ സംവിധാനങ്ങളൊന്നും സപ്പോർട്ടീവ് അല്ലാത്ത സമയം വരും. അപ്പോൾ എപ്പോഴും കടമാണ്, പണം വേണം, കടമാണ്, ശമ്പളം കിട്ടിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിലേഷൻസിൽ മുഴുവനും ഫൈനാൻസ് റിലേഷനേ ഉണ്ടാകത്തുള്ളൂ. ഫൈനാൻസ് റിലേഷൻ. അപ്പോൾ അവൾ അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നത് എൻ്റെ കുടുംബക്കാർ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി എന്നൊരു കറാപ്പശായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. NRIയുടെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? അവരമ്മയും മക്കളും എപ്പോഴും പപ്പായും വിളിക്കും, മമ്മി വിളിക്കും, പിള്ളേർ വിളിക്കും, ചിടുങ്ങി വിളിക്കും, കിടുങ്ങി വിളിക്കും, കുടുങ്ങി വിളിക്കും. എന്തായാലും കാശാണ് പ്രശ്നം. അയാൾക്കറിയാമല്ലോ അത്.
കുറേ അഭ്യാസമൊക്കെ അറിയാമല്ലോ. ഈ കിണുങ്ങി കുണുങ്ങിയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവസാനം കാശിലെ വന്ന് നിൽക്കത്തുള്ളൂ അറിയാം. പൂച്ചയെ എങ്ങനെ പിടിച്ചടങ്ങിയാലും 4 കാലേ വന്ന് നിൽക്കും. എന്ത് സംസാരമായാലും അവസാനം കാശിലെ വന്ന് നിൽക്കും. അപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കോ? അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്കറിയാവോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവോ ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണമെന്ന്? അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം വരും. മനസ്സിലാകുന്നില്ല. അപ്പം ഇവിടുത്തെ കേമത്വം കഷ്ടപ്പാട് ഇവരും അങ്ങോട്ട് കെട്ടിയിടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിടുന്നുള്ളതിൽ എന്ത് കാണിക്കാനാ? ഒന്നും കാണിക്കാനില്ല. പക്ഷേ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു സത്യമുണ്ട്. കിട്ടുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് വീഡിയോ കോൺഫറൻസിൽ ജപമാല ചെല്ലണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 10 മിനിറ്റേ കിട്ടത്തുള്ളൂ അവർക്ക്, 2 പേർക്ക് കിട്ടണ്ടില്ല സമയം. അപ്പം കിട്ടുന്ന സമയത്ത് അവർ ദൈവത്തിന് അതിനകത്ത് കക്ഷി ചേർക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ എപ്പോഴും നമ്മൾ കുടുംബം സെറ്റ് ചെയ്യുമ്പോൾ ഒരേ വിശ്വാസത്തിലുള്ളവർ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ഒരേ ജോലി അനുസരിച്ചാണ് സെറ്റ് ചെയ്യണത്. ഒരേ ജോലി, PR അല്ലങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് സെറ്റ് ചെയ്യണത്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരേ വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ വിശ്വാസത്തിലാണ് കുടുംബം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടാം. പക്ഷേ വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം. വിശ്വാസം താത്വികമായിട്ടും ആശയപരമായിട്ട് ഇങ്ങനെ ഒരു ഇരുട്ടിൽ നിന്നിട്ട് കാര്യമില്ല. അത് പ്രാക്ടീസിങ് ഫെയ്ത്താണ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഫെയ്ത്തിനൊരു കുഴപ്പമുള്ള, വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് വിശ്വാസത്തിൻ്റെ അകത്ത് തന്നെ സംശയമുണ്ട്. ഇൻബിൽട്ടാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനമാണ് സംശയം. അപ്പം കണ്ടൻറ്റ് വൈസ് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, സംശയം കൂടിയെന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടൻറ്റ് വൈസ് അങ്ങനെ മുട്ടയുടെ വെള്ളക്കാരും ചുവന്നക്കാരും ഇല്ലേ അല്ലേ? അപ്പോൾ അതുപോലെ ചുവന്നക്കാർ കുറവാണെങ്കിൽ അത്രയും വെള്ളക്കാർ കൂടിയിരിക്കും. അതാണ് എൻ്റെ തീർച്ചയായും. വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. കാര്യം ഇത് രണ്ടും ഒരുമിച്ചാണ് പോണത്. ഇതൊരു ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണിത്. അതായത് നിങ്ങൾക്ക് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംശയം കുറഞ്ഞെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണം. വിശ്വാസത്തെ നേരിട്ട് ടാർഗറ്റ് ചെയ്താൽ പറ്റത്തില്ല. വിശ്വാസം ഒരു റിസൾട്ടാണ്. വിശ്വാസം റിസൾട്ടാണ്. എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്നേഹത്തെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാടതാണ്. എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇപ്പം സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ഒരു അപ്ലൈഡ് ഫെയ്ത്തിലേക്ക് വരത്തില്ല. ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം. അപ്പോഴും പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത്, പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ, നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം. വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം? ദൈവമായിട്ട് ഓക്കെ ആകണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുലയുണ്ട് മുഴുവനും. അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം. ഉടമ്പടിയിൽ വരുമെന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇടിപെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം, ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും. ഉടമ്പടിയിൽ ദൈവമായിട്ടുള്ള, ഇപ്പം ചെറിയ പറഞ്ഞു, ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ, ഇപ്പം ഇന്നലെയൊക്കെ പറയണ നല്ല ചെറുപ്പകാലത്തൊക്കെ വന്നപ്പോൾ ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞു, നല്ല വെയിലായിരുന്നു, വേർത്തൊലിച്ചു, ഞാൻ പത്രം കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ട ഒരാൾ എന്നെ കളിയാക്കിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി. കൊന്തയിട്ടവൻ ചിലപ്പോൾ അവൻ കൊന്തയിട്ടോണ്ടിരിക്കും, പിശാചിനും കൊന്തയിടാവില്ല. അതിലത്തെ കാര്യമില്ല. എന്ത് മതം പിശാച് കൊന്തയിട്ട് നടക്കണം, അതല്ല കാര്യമില്ല. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടായി. അപ്പോൾ എന്നാ ചെയ്ത്
അപ്പം അത് നിസ്സാര മാത്രമേ ഉള്ളൂ. അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാചിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയാണ്. അതിനെ നീ അതിജീവിക്കണം. എന്നുവെച്ചാൽ എന്തതിജീവിക്കണം എന്നാണ്? വിശ്വാസം അതിജീവിക്കണം എന്നല്ല, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട പിശാചിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം. ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ അച്ഛൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉത്തരമായിട്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എന്ത് പറയും? എന്നേരവും ആരാധനയും സ്തുതിയും പോച്ച. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 20-1000 പേരുണ്ടെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ചിലർക്ക് 2 മാർക്ക്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ ഉത്തരത്തിന് ചിലക്ക് 2 മാർക്ക്, ചിലക്ക് 6 മാർക്ക്, ചിലക്ക് 8 മാർക്ക്, ചിലക്ക് 9 മാർക്ക്. അതിൻ്റെ വ്യത്യാസം നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? നിങ്ങളെല്ലാം പറഞ്ഞ ഒന്നല്ലേ? പിന്നെ എന്തിനാണ് മാർക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്? അത് ചില ബോധമില്ലാതെ പറയും, ചില യാന്ത്രികമായിട്ട് പറയും, ചില വിശ്വാസത്തോടെ പറയും, ചില സ്നേഹത്തോടെ പറയും. അതിനാ മാർക്ക് വേണ്ടത്. സ്നേഹത്തോടെ പറയുന്നതിനാണ് മാർക്ക് 9 മാർക്ക്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 സ്നേഹത്തോടെ ജീവനേ സുന്ദരമേ അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധ വേണ്ടത്, പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന്. എപ്പോഴും നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കേണ്ടത് എന്താണ്? ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത്, സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിന് കൈമാറിയത്, സ്നേഹത്തോടെയാണ് ഞാൻ
ഉടമ്പടി വിശ്വാസം പ്രയോഗത്തിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഓരോ പദ്ധതികളും പ്രക്രിയകളും ഞാൻ നിറവേറ്റുമ്പോൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ. ഇത് പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആവും സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത്. ഞാൻ വന്ന വഴിയൊന്നുമല്ല, ബൈബിളിലുള്ള എല്ലാം ഈ ടൈപ്പാണ്. ഇന്നലെ കെസ്സിയ എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങൾ. കെസ്സിയയുടെ പ്രോബ്ലം, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പന് ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഇയർ ബാലൻസിന് അപ്പോൾ കെസ്സിയുടെ ഒരു പ്രത്യേകത, ഉടമ്പടിയുടെ ധ്യാനങ്ങളെല്ലാം ഇവൾ പ്രാർത്ഥിച്ചാണ് കേൾക്കണത്. ഉടമ്പടിയുടെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധ്യാനം കൂടണമെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ഡേഷൻസ് ഉണ്ടാകണത് എല്ലാം ഇവിടെ. നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ പുറപ്പാട് 25-35 വെച്ചുള്ള സംസാരമാണ്. കാര്യം ഞാൻ എൻ്റെ ജനങ്ങളോട് കൃപാസനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചന പ്രഘോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും കർത്താവ്. നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ. സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കിയും നമ്മളറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മളൊരു കൃപയും കീടമൊക്കെ ആയിട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല, നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല. വീട്ടിൽ തന്നെ ഗ്രൂപ്പിസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ അവരുടെ അനീതിയായിരിക്കും, ചിലപ്പോൾ നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടായാലും, പക്ഷേ ഫീൽ ചെയ്യണം നിനക്കാണ്. പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും. അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില. അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്, നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസേന നിനക്കുണ്ട്. പക്ഷെ നീ ഇത് കണ്ടെത്തണം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിനക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അപ്പൊ കെസ്സിയ വന്ന് പറഞ്ഞത്, അവളുടെ അപ്പൻ ഇങ്ങനെ ഇയർ ബാലൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുടുംബം അരിമുട്ടിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു, നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം. ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ഉടനെ പിന്നെ എന്താ കെസ്സിയോട് പറഞ്ഞത്, ഉടമ്പടിയിലിരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ. ഇവിടെ വരുമ്പോൾ കുറേ കാര്യം കർത്താവ് എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ ഞാൻ ഞാൻ കേൾക്കണ മനസ്സിൽ ഈശോ പറഞ്ഞ് കേൾക്കണ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടേണ്ട മനുഷ്യരാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല. സ്വർണം പോലെയല്ലേ, സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല, ചളങ്ങിയാലും കുറയത്തില്ല, അത് കറുത്താലും കുറയത്തില്ല, വില കുറയത്തില്ല അതിൻ്റെ. അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ സ്വർണ്ണമാണ് എനിക്കെന്ന്.
സ്വർണം മങ്ങിപ്പോയത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ വില കുറഞ്ഞ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിലാപങ്ങൾ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു. അതായത് ഇസ്രായേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപൈതലിനെ കുറിച്ചും പറയുന്നത്, ദൈവം ചോദിക്കണം എങ്ങനെ സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞെന്നല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കുറയത്തില്ല. നീ സ്വർണമാണ്, നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മങ്ങിപ്പോകാം. നീ ദൈവത്തിന് നകലുന്നതനുസരിച്ച്, വിശ്വാസം കുറയുന്നതനുസരിച്ച് കൊണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്നതനുസരിച്ച് കൊണ്ട് നിനക്ക് മങ്ങൽ വരാം, പക്ഷെ വില കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വില ഇടിയത്തില്ല. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ. ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം. കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ എന്താണ്, അയ്യോ ഞാൻ പാപിയാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ, ഞാൻ പാപാവസ്ഥ ജീവിക്കുന്ന ആളാണ്, എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോണത്. പക്ഷേ കർത്താവ് എന്താ പറയണത്? നീ ഇപ്പോഴും സ്വർണം തന്നെയാണ്, മങ്ങിപ്പോയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് കർത്താവ് വില കുറയാത്തത് കൊണ്ടാണ്, നമ്മുടെ വില ദൈവതിരുസന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ നൽകിയെന്ന് പറയണത്, രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. എന്ത് പ്രശ്നം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈൻ ലീസോ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത്. അതായത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിലാപങ്ങൾ. നീ എന്തവസ്ഥയാണെങ്കിലും തങ്കമാണ്. ഇപ്പോഴും മങ്ങിപ്പോകാം, പക്ഷേ വില കുറഞ്ഞിട്ടില്ല. ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ്, എൻ്റെ പാപാവസ്ഥ, എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവതിരുസന്നിധിയിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ എഫിക്കസി ഓഫ് കവനന്റ്, അതായത് നമ്മളെ തന്നെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദൈവസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത്? നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം, ഇപ്പോൾ കെസിയായോട് പറഞ്ഞത് എന്താണ്, ഡോക്ടർ പറഞ്ഞത് എന്താണ്, അപ്പായി ഇനി ജോലിക്ക് പോയിട്ടത് കേട്ടോ, അപ്പായിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ്, അത് തിരിച്ച് വീണ്ടും വരുമെന്ന് പറയും. അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ? അരിമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു. ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും. എന്നാൽ അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കരുതും. കാര്യം അവർക്ക് വിശ്വാസത്തേക്കാൾ ഉപരി സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കൂടിയാൽ, അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ, വന്ന് അവിടെ വന്ന് വെച്ചും ഉടമ്പടി എടുക്കണം, പോയി നോക്കാം, മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കാം, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് നോക്കാം, അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം. ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ. അവൻ്റെ കാര്യം പോക്കായിരിക്കും. എന്താ കാര്യം? അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാ? കർത്താവിനെയല്ല ടെസ്റ്റ് ചെയ്യണത്. അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും? അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം. എന്താണ്? എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു. എനിക്ക് ഉടമ്പടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു. പക്ഷേ ദൈവം എന്താ പറയണത്? നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത്. എന്താണ്? നീ ഇപ്പോഴും തങ്കവാ, നിൻ്റെ വില കുറഞ്ഞിട്ടില്ല, നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ്, നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റിവെക്കണം. മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ്. ഇന്നും ദൈവതിരുസ്ഥൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം. എന്താ കാര്യം? നിൻ്റെ ജീവിതം എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയാണ്. ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും, വേറെ ആരും തീരുമാനിക്കാനില്ല. ബാങ്കുകാർ തീരുമാനിക്കത്തില്ല, ഡോക്ടർ തീരുമാനിക്കത്തില്ല, ആരുമേ തീരുമാനിക്കത്തില്ല. നിൻ്റെ കാര്യം ആര് തീരുമാനിക്കും? നിന്റെ ദൈവം തീരുമാനിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത്. കാരണം ദൈവതിരുസേന നമ്മളെ സ്റ്റാറ്റസിന് മങ്ങലേറ്റതേ ഉള്ളൂ, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസാണ്. എന്താണ്? മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവതിരുസേന നിൻ്റെ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും, പക്ഷേ ഡാമേജ് ആയിട്ടില്ല. അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെളിപാടാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, യേശുവേ ഹല്ലേലൂയ, ആരാധന, തുല്യം ചെയ്യാൻ ഉടമ്പടി എടുത്തപ്പോൾ അപ്പായോട് പോരുത്, ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നിങ്ങളിലേക്ക് തൂക്കുകെട്ടിയ വടിന് പോകേണ്ട കാര്യമില്ല, പെരപണിക്ക് ഇനി പോകാൻ പറ്റത്തില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിങ്ങൾ മാറണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിട്ടല്ലേ. പക്ഷേ എന്താ പ്രശ്നം? ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗം കേട്ട്. പ്രസംഗം എന്താ പറയണത്?
നിങ്ങൾ ഉടമ്പടിക്കാലത്ത് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നത് ദൈവസ്വരമായിട്ട് ശ്രദ്ധിക്കണമെന്ന്. ദൈവം അവരിലൂടെയും നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ അവരിലൂടെ അത് ഇവർക്ക് അഭിഷേകമായിട്ട് തോന്നി. എന്നുവെച്ചാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ദൈവസ്വരമായിട്ട് നീ കേൾക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഇത് കേട്ടിട്ട് ഉടനെ ഇവളെ കേൾക്കണത് എന്താണ്? അപ്പയെ വീണ്ടും ആൾക്കാർ വന്ന് പെരപണിയാൻ വിളിക്കണതാണ്. അപ്പോൾ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇനി മറ്റുള്ളവർ പറയണത് നീ കേൾക്കണം, അവരിലൂടെ ദൈവം നിന്നോട് സംസാരിക്കുമെന്ന് വന്നില്ല. അപ്പോഴേ ഇവൾക്കത് അഭിഷേകമായി. ഈ അഭിഷേകം എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവവചനത്തിനും മറ്റുള്ളവരുടെ വചനത്തിനും നമ്മൾക്ക് ക്യാച്ച് ചെയ്തിട്ട് ഓൺ ദി സ്പോട്ടിൽ ഓൺലൈനായിട്ട് ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കണം. ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർശന വരം ഉള്ളവർക്ക് ദൈവം തരേണ്ട ഒരു വരമാണ്. വ്യാഖ്യാന വരം ഉള്ളവർക്കും വിവേചന വരമെന്ന് സംഭവമുണ്ട്. ആ കരിസ്മാറ്റിക് ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് അതായത് അതിനകത്ത് പ്രാരംഭ ധ്യാനം, വളർച്ചാ ധ്യാനം, അത് കഴിഞ്ഞിട്ട് ആന്തരിക സൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം വരുമ്പോഴാണ് ഇത് വിവേചനം വരണത്. പക്ഷെ ഉടമ്പടിയിൽ നീ ഉടമ്പടിയുമായിട്ട് നീ കർത്താവിൻ്റെ ഐക്യത്തിലായത് കാരണം ഈ ദാനങ്ങളെല്ലാം നിനക്ക് നിൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആനുപാതികമായിട്ട് നിനക്ക് വിവേചനം വരം കൂടി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ കെസിയുടെ സാക്ഷ്യത്തിന്റെ വചനങ്ങളെ നോക്കിയിട്ട് വീണ്ടും വീട് പണിയാനും തൂക്കക്കട്ടയുമായിട്ട് വിളിക്കുന്നതിനെക്കുറിച്ച് വചനത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇവിടെ കയറണത്. ഇവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു കാര്യത്തിന് വേണ്ടി വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് സന്ദേശം ചോദിക്കാൻ വേണ്ടി വചനം ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലുള്ള എല്ലാവരും തന്നെ വചനത്തിലൂടെ ആൾക്കാർ കർത്താവിനോടൊക്കെ ഒന്ന് ആലോചന ചോദിക്കുന്നുണ്ട്. ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്ന എല്ലാവരോടും ആൾക്കാരോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം കമ്മ്യൂണിക്കേഷൻ കവനനിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കവനനിൻ്റെ ഭാഗമാണ്. ആര് കവനൻ്റിലായാലും ഉടനെ കമ്മ്യൂണിക്കേഷൻ ആകും. അപ്പോൾ ചിലർക്ക് നല്ല വെട്ടിപ്പായിട്ട് സംസാരിക്കാൻ അറിയാം ദൈവത്തോട്, ചിലർ സംസാരിക്കത്തില്ല, പക്ഷെ മനസ്സിൽ ഓർക്കും. എല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ, അപ്പോൾ അതായത് ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ കെസിയുടെ സാക്ഷ്യത്തിന് പറ്റുന്ന വചനം കർത്താവിക്ക് തന്നു. അത് സക്കറിയയുടെ വചനമാണ്. ഞാൻ വായിച്ചിട്ടില്ലാത്ത വചനമാണത്. ഇപ്പം കാണിച്ചുകൊണ്ട് ഞാൻ നോക്കിയെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അതായത് സക്കറിയ 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തൂക്കുകെട്ടുമായിട്ട് തിരിച്ചു വരികയാണ്. അതായത് വിഡ്രോ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും വിഡ്രോ ചെയ്തിരിക്കുന്ന ജീവിത രീതികളിലേക്കും നമുക്ക് ഉടമ്പടിയിലൂടെ തിരിച്ചു വരുന്നതിന് പ്രവചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. ഇതെല്ലാം വാഗ്ദാനമാണല്ലോ. നെക്സ്റ്റ് ലൈൻ. ജെറുസലേമിൻ്റെ മേൽ അളവ് ചരവ് പിടിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ പറഞ്ഞ് വീണ്ടും വിളിച്ചു പറയുക, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും വീണ്ടും ഐശ്വര്യപൂർണമാകും. അതായത് അളവ് ചരട് കൊണ്ട് പിടിച്ച് അതിനെ നിർമ്മിച്ച് ഉയർത്തി വളർത്തുന്ന, അതായത് നമ്മളുടെ ജീവിതം മുഴുവനും റീസ്റ്റേറ്റ് ചെയ്യുന്നതാണ്. ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവിൻ്റെ പ്രവാചകവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്
ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മുടെ ശരീരത്തിൻ്റെ ഐശ്വര്യമായാലും ശരി, ഇപ്പോൾ ചിലരെ കണ്ടു കഴിഞ്ഞാൽ 5 കീമോ എടുത്തവരാണെന്ന് പറയത്തില്ല. കാര്യം എന്താണ്? അത് വേറെ ആയിട്ട്, അത് അതിൻ്റെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് അത് ഇവർക്ക് ബോഡിക്ക് ഏറ്റതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇങ്ങനെ ഓരോ വിഷയവും അങ്ങനെയാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളാണ് നമ്മളെന്ന് പറയാത്ത രീതിയിൽ ഈ പുനഃസ്ഥാപന റീസ്റ്റേഷൻ ഒത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കാം. അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി വാഗ്ദാനങ്ങൾ 8,000 കേട്ടോ. 8,880 വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതെല്ലാം മനുഷ്യൻ്റെ എക്കാലത്തെയുമുള്ള ജീവിതത്തെയാണ് അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ട് ഈ 8,850 വാഗ്ദാനങ്ങളിൽ പെട്ടത് മാത്രമായിരിക്കും നമ്മുടെ വിഷയങ്ങളെല്ലാം വരാൻ പോണത്, പുതുതായാലും പഴയതായാലും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ലവ് ലെവല്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ന്റെ 7-ാമത്തെ സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. ദാറ്റ്സ് എ പോയിന്റ്. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അപ്പം ദൈവത്തിൽ ഇത്തിരി വിശ്വാസം മങ്ങിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോടുള്ള സ്നേഹം ബൂസ്റ്റ് ചെയ്യണം. ഇതൊരു ഫോർമുലയാണ്. ദൈവത്തോട് അല്പം സ്നേഹം നിങ്ങൾക്ക് മങ്ങിയാൽ, വിശ്വാസം മങ്ങിയാൽ, നിങ്ങൾക്കറിയാമല്ലോ അവിടെ ഒരു ബാലൻസിങ് എന്ന് പറയണത്, നിങ്ങളുടെ വിശ്വാസം മങ്ങിയാൽ എന്താ പറ്റണത്? സംശയം കൂടും. അതാണ് കാര്യം. വിശ്വാസവും സംശയം കൂടിയാണ് ഉള്ളത്. വിശ്വാസം എന്ന് പറയണത് സംശയരഹിതമായ ഒരു അവസ്ഥയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈശോ ചോദിക്കുന്നത്, അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? അപ്പം വിശ്വാസം അല്പമായാൽ സംശയം കൂടിയിരിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പിടിച്ച കാര്യം പറയണേ? പത്രോസിനെ. അപ്പം ഉടനെ അതായത് സിറ്റുവേഷൻ ഓഫ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. കർത്താവ് കടലിൻ്റെ മീതെ രാത്രി വരുന്ന ഭാഗമാണിത്. അപ്പം കടലിൻ്റെ മീതെ കർത്താവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് പത്രോസ് ഒത്തിരി സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലോർഡ് ഇറ്റ് ഈസ് യു ഇഫ്, അതായത് നീയാണ് എങ്കിൽ എന്നോടും ഈ കടലിൻ്റെ മീതെ അങ്ങോട്ട് വരാൻ കൽപ്പിക്കുന്നത്. ഈ പത്രോസ് ഈശോ കടലിൻ്റെ മീതെ വരുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴും പത്രോസിൻ്റെ ഉള്ളിൽ വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് വരണത്. അപ്പം ഈശോ കണ്ടപ്പോൾ വേറെ ആർക്കും തോന്നാത്തൊരു കൊതിയല്ല ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്. പത്രോസിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നം, സ്നേഹത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. അതായത് ഭയങ്കര, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ. നിങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിയ ദിവസം കാണിക്കുന്ന ആരോടായിരിക്കും? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടാണ്. അപ്പോൾ സ്നേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പോൾ പത്രോസിന് സ്വാതന്ത്ര്യം കൂടുതലാണ്, കാര്യം സ്നേഹം കൂടുതലാണ്. അപ്പോൾ കടലിലെ മീതെ കർത്താവെ കണ്ടപ്പോൾ ഈ മനുഷ്യനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഒരു അധികാരമുണ്ടല്ലോ. പറഞ്ഞ്, കർത്താവേ നീയാണതെങ്കിൽ കടലിലെ മീതെ അങ്ങോട്ട് വരാൻ എന്നോട് പറയാൻ പറയും, എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയും. അത് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തോത് ചിന്തിക്കാൻ പറ്റുന്ന അല്ല, ശരിക്കും അത്രയും കൂടുതലാണ്. പക്ഷേ ഈ സ്നേഹത്തിലാണ് ഇവൻ ഈ യാത്ര ചെയ്യണത്. കടലിൻ്റെ മീതെ, വിശ്വാസത്തിലല്ല. കടലിൻ്റെ മീതെ കർത്താവ് പത്രോസ് യാത്ര ചെയ്യും കർത്താവിൻ്റെ അടുത്തേക്ക്, അത് സ്നേഹത്തിലാണ് യാത്ര ചെയ്യണത്. പക്ഷെ കാലം നനഞ്ഞ് കാറ്റടിച്ചപ്പോൾ പെട്ടെന്ന് സ്നേഹം മറന്നുപോയി. അപ്പോൾ ഉടനെ ഇവൻ ഡുമ്പെന്ന് പറഞ്ഞ് താഴേക്ക് വരും. ഉടനെ കർത്താവ് ഉടനെ കയറി പിടിക്കുക പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അല്പവിശ്വാസി. എന്താണ്? അപ്പോൾ അല്പ സ്നേഹമുള്ളവരെന്നല്ല, അതായത് സ്നേഹമാണെങ്കിൽ എന്താ ചെയ്യണത്? അങ്ങോട്ട് പോകണം. നമ്മുടെ യാത്ര എപ്പോഴും വിശ്വാസത്തിലല്ല യാത്ര. പിന്നെ എന്താണ്?
സ്നേഹത്തിലാണ് യാത്ര. അപ്പോൾ ഒരു ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്ന് പറയണത്, അവളുടെ പട്ടയം എന്ന് പറയുന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. പുറമ്പോക്ക് ഭൂമിയിൽ പട്ടയം എന്ന് പറഞ്ഞ ബാങ്കുകാരെടുക്കത്തില്ല. അപ്പോൾ അവൾ ഉടമ്പടി വെച്ചിരിക്കണത് പട്ടയ ഭൂമി, പുറമ്പോക്കിലെ പട്ടയ ഭൂമി, താമസിക്കാനുള്ള ഗവൺമെൻറ് ഒരു ടെമ്പററി പെർമിറ്റാണ് ഉള്ളത്. അത് ബാങ്കുകാർ ഈടായിട്ട് എടുക്കണം. അതിനുവേണ്ടിയാണ് ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് വേറെ മാർഗമില്ല. പുറമ്പോക്കിൽ താമസിക്കുന്ന എനിക്ക് പുറമ്പോക്കിലെ പട്ടയഭൂമി ടെമ്പററി പെർമിറ്റുള്ള താമസിക്കാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അത് ഞങ്ങൾക്ക് ബാങ്കിൽ ഈടായിട്ട് വെക്കണം. പണിയാണ്. അതിന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതെന്ത് ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത്? അത് വിശ്വാസത്തിലല്ല ചെയ്തിരിക്കുന്നത്, സ്നേഹത്തിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള സ്നേഹത്തിൽ. നമ്മുടെ യാത്ര, ഉടമ്പടി യാത്ര എപ്പോഴും സ്നേഹത്തിലാണ്. എന്തുമാത്രം ആൾക്കാരാണ് 100 മേനിയും കൊയ്യണത്. ആരാ കൊയ്യണത്? ഈ വിശ്വാസികളല്ല കൊയ്യണത്, സ്നേഹക്കാരാണ് കൊയ്യണത്. അവരങ്ങനെ കണ്ണുപൊട്ട് ദൈവത്തിലങ്ങനെ സ്നേഹത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് പോയാണ്. അതാണ് കർത്താവ് ചോദിക്കുന്നത്. അതായത് എന്നിട്ട് ഇവിടെ കൊണ്ട് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവളോട് കർത്താവ് മാതാവ് സ്വപ്നത്തിൽ പറയും, അല്ല 2 ദിവസം കഴിയുമ്പോൾ, ആ സാക്ഷ്യം നമ്മൾ ഈ ആഴ്ചയിലുള്ള സാക്ഷ്യമാണ്. 2 ദിവസം കഴിയുമ്പോൾ, ഉടമ്പടി കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ മനോരമയിൽ ഒരു വാർത്ത വരും. എന്താ വാർത്ത വരുന്നത്? അതായത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഈട് വെക്കാമെന്നും പറഞ്ഞ് വാർത്ത വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ പോക്ക് കണ്ടില്ലേ? ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ് എന്ന് വെച്ചാൽ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളത് ആനുഷംഗികമായിട്ട് സംഭവിച്ചാണെന്ന് പറഞ്ഞ കാര്യമില്ല. നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന സംഭവം. സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണത്? വചനത്തിൻ്റെ വാഗ്ദാനം എന്താണ്? നീ ഈ രാജ്യത്തിൻ്റെ നിയമം വേണമെങ്കിലും നിനക്ക് വേണ്ടി ഞാൻ മാറ്റുമെന്നാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തോതെന്ന് പറയണത് സ്വന്തം പുത്രനെ വരെ നൽകുന്ന തോതാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 യേശുവേ ആരാധന. ഇതെന്ത് സംഭവിച്ചാലേ അതിനുശേഷം പെട്ടെന്ന് ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് ലോണാക്കും, അത് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സ്റ്റോറി തുടങ്ങണത് എങ്ങനെയാണ്, ഇതിങ്ങനെ സ്റ്റോറി പുരോഗമിക്കണത് എങ്ങനെയാണ്, ഇതെല്ലാം 10 ദിവസം കടലിൻ്റെ മീതെ സ്നേഹത്തോടെ യാത്ര ചെയ്ത പോലുള്ള ഉടമ്പടി യാത്രയാണ് ഈ സംഭവം. ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മാതാവ് ഇവരോട് പറയും, കമ്മ്യൂണിക്കേഷൻ മാതാവ് പറയും, നീ ചെന്ന് ആ കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ പറയും. കൊടുത്ത പട്ടയം തിരിച്ച് വാങ്ങിക്കാൻ. എന്നിട്ട് ഇവിടെ മാതാവ് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ബാങ്കിൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ 15,000 രൂപയെ അടച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കടമായിട്ട് കിടക്കുകയാണ്. അപ്പോഴിവിടെ വന്നപ്പോൾ ഡോക്ടർ എന്താ മാനേജർ ചോദിക്കും, എന്തിനാ വന്നത്? അതാ പട്ടയം തിരിച്ചു തരാം. തരാവേ, ആ മൊത്തം കാശ് അടച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചമ്മി പോകും. അപ്പോൾ മാതാവ് ഞാൻ ചമ്മിയല്ല, നീ പറഞ്ഞിട്ട് അത് പറഞ്ഞോളൂ ശരിയാണല്ല, പൈസ നടക്കാതെ എങ്ങനെ പട്ടണം തന്നെ. ഇവള് മാനേജറിൻ്റെ പട്ടം ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാനേജർ വിളിക്കുകയും പറയും, ആ കുഴപ്പമില്ല പട്ടയം കൊണ്ടുപോയി കൊള്ളാൻ പറയും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലക്ക് മരവിപ്പിച്ചു പോകും. ശരിയാ സംഭവം. ഉടനെ മാനേജർ ഇവർക്ക് പട്ടയം കൊടുക്കും. അതായത് നമ്മൾ ഉടമ്പടി വിഹിതമായിട്ട് ഇവളോടാണ് പറഞ്ഞിരിക്കണത്, പോയി പട്ടയം മേടിച്ചോളാം, പൈസ അടച്ചിട്ടില്ല. ആദ്യം ഈ പട്ടയം അടക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇത് ഈ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യനാണ് നീയെങ്കിലും നീ അനുഭവിക്കുന്ന സാധാരണ വിഷയങ്ങളിൽ പോലും അസാധാരണമായിട്ടാണ് ഉടമ്പടി ദൈവം ഇടപെടണത്. കൈ ഇടിച്ചു സുഖട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ യേശുവൻ കൂടെയുണ്ട്.
പരമദിവ്യകാരണത്തിന്. അപ്പോൾ ഇതിൻ്റെ വിഷയം വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അഗൈൻ. അല്പവിശ്വാസി നീ സംശയിച്ച് എന്തിനാ? ശ്രദ്ധിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. മത്തായി 14:31. ഉടനെ യേശു കൈനീട്ടി. ഉടനെ ഈശോ, വെറൈറ്റി പറഞ്ഞ ഉടനെ ഈശോ കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം വന്നിരിക്കുന്നത് വിശ്വാസവും സംശയവും ഒരുമിച്ച് വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? വിശ്വാസം കുറഞ്ഞാൽ സംശയം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യണോ വിശ്വാസത്തെ ടാർഗറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്നേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ പറയും. എന്താ കാര്യം? ഈ പത്രോസ് ആദ്യം ഈ ആക്ഷൻ കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആരിലുള്ള? യേശുവിലുള്ള സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ എല്ലാം നടക്കണ ഇതാണ്. ഈ ഉടമ്പടിയിൽ ആൾക്കാർ ഹാർവസ്റ്റ് ചെയ്യുന്ന എല്ലാം വലിയ സ്നേഹിതന്മാരുമാണ് ദൈവത്തിൻ്റെ ഹാർവസ്റ്റ് ചെയ്യണത്. അത് കെസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെസിയുടെ അപ്പൻ ജോലിക്ക് പോകും, പഴയതുപോലെ ആവും. പഴയതുപോലെയായി കുറച്ച് കാലം കഴിയുമ്പോൾ കെസിയുടെ മകനെ കുഞ്ഞിനെ അതിനെ ഉടമ്പടിയിലുള്ളതാണത് ആ വിഷയം. അതാണ് ഉടമ്പടി എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം. ആ കൊച്ചു നിരങ്ങണില്ല, നിൽക്കണില്ല, നടക്കണില്ല. അപ്പോൾ നിരങ്ങത്തുമില്ല, നിൽക്കത്തുമില്ല, നടക്കത്തുമില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഈ കൊച്ച് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് നടക്കണമെന്ന് ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൊച്ചിനൊരു മാറ്റമില്ല. പക്ഷേ കൊച്ചിന് മാറ്റമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ഉഴപ്പണില്ല. പല ആൾക്കാർക്കുള്ളൊരു കുഴപ്പം അതാണ്. അവർ ഉടമ്പടി വെച്ച കാര്യത്തിന് നീക്കുപോക്കില്ലെങ്കിൽ ദൈവം പോലും അറിയാത്ത രീതിയിൽ ഇവർ ന്യൂട്രായിട്ട് ഉടമ്പടി ചവിട്ടി പിടിക്കും. ഒന്നെങ്കിൽ രാവിലെ കൊടുക്കേണ്ട ഉടമ്പടി വെയിൽ താറട്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ പത്രം കൊടുക്കേണ്ടതാണ്. ചില ആൾക്കാർ വെയിലത്താണെങ്കിലും പത്രം കൊടുക്കും. ചില ആൾക്കാർ പറയും വെയിൽ താറട്ടെന്ന് പറയും. വെയിലും താറട്ടുമ്പോൾ ഞങ്ങളുടെ പത്രം ആറ്റിക്കൊണ്ടങ്ങനെ ഇരുന്നപ്പോൾ പറയുമ്പോൾ അപ്പോൾ വെയിൽ താറും. അപ്പോൾ ആരെങ്കിലും കൂടി കൂട്ട് വരട്ടെന്ന് പറയും. ഇങ്ങനെ വാദപ്പനിക്കാർ ഒത്തിരി പേർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അറിയാമല്ലോ ഇതിൻ്റെ അകത്തെല്ലാം സ്നേഹം അളക്കപ്പെടും. ചില ആൾക്കാർ വെയിലെങ്കിൽ വെയിൽ കർത്താവിൻ്റെ ജോലിയല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചാടിക്കയറി കൊടുക്കും. ഇവരാണ് ഹാർവസ്റ്റ് ചെയ്യണത് ഇതിൻ്റെ അകത്ത്. കാര്യം നമ്മളുടെ സൗകര്യവും തഞ്ചവും താളവും ഒക്കെ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ ഉടമ്പടിനെ ചവിട്ടി പിടിക്കും, താത്തി കൊണ്ടുവരും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ചൂട്, ദൈവത്തോടുള്ള വിഷയം, അത് ചെയ്താൽ മതിയല്ല, എപ്പോഴാലും ചെയ്താൽ മതിയല്ല എന്നാണ് നിങ്ങൾ വിചാരിക്കണത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒക്കുമ്പോൾ ഒക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തോട് സ്നേഹം തീഷ്ണമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ചൂടും മഴയും വെയിലും ഒന്നും നോക്കാതെ, ഇപ്പം ചിലരില്ല ഞായറാഴ്ച കുർബാനയ്ക്കില്ലേ, ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി എലി മാളത്തിൽ നിന്ന് പുറത്ത് പറന്ന് മേഘത്തോട്ട് നോക്കണ പോലെ നോക്കും, പുറത്തേക്ക് പിന്നെയും കുടയും പിടിച്ച് വരും, പുറത്തോട്ട് നോക്കും, പിന്നെ പോകാമെന്ന് നിൽക്കും, മഴ തോരട്ട എന്ന് പറയും. ഇങ്ങനെ തോർന്ന് അവരുടെ ഉദ്ദേശം എന്താ? മഴ തോർന്ന അനുസരിച്ചുകൊണ്ട് അവിടെ പ്രസംഗം തീരും, അപ്പം എത്താം. അതാണ് ഉദ്ദേശിക്കണത്. മഴയാണെന്ന് നമ്മൾ പറയാനുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിന് കുഴപ്പമില്ല. എന്താണ്? മഴയത് കൊണ്ടല്ലേ പോണത്, കുടയില്ലല്ല. അപ്പം അതുകൊണ്ട് പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഉദ്ദേശം മഴ
പമ്മുന്നനുസരിച്ചിട്ട് അവിടെ പ്രസംഗം കുർബാനയ്ക്ക് പോയെന്നുമായി മൊത്തം അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട. ഈ കള്ളക്കളികളെല്ലാം അപ്പം തന്നെ സ്കാൻ ചെയ്ത് പുറത്ത് വരും. നിങ്ങൾ പണി മേടിക്കണം നിങ്ങൾ തന്നെ കാരണക്കാരാണേ. നിങ്ങളുടെ തന്നെ കള്ളത്തരങ്ങൾ കാരണമാണ് ഉടമ്പടിയിൽ ലാഗ് ചെയ്ത് പോണത്. എനിക്ക് കാലെ പിടിച്ച് പറയാനുള്ള കാര്യം, ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് പിന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തോക്കാതെ നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മളായിട്ട് നമുക്കൊരു നെഗറ്റീവ് മാർക്ക് വീഴാത്ത രീതിയിൽ തീഷ്ണമായിട്ട് നിൽക്കുക. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ ഏത് സാഹചര്യത്തിലും ദൈവസ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എന്നെ സഹായിക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ, ആത്മാവാം ദൈവമേ വരണമേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇത്രയും നേരം പറഞ്ഞതിൻ്റെ അർത്ഥം ചുരുക്കം എന്താ? നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വേർത്തൊരിച്ച് ചാടി പുറത്ത് വീണ് അപ്പോഴുണ്ട് നിങ്ങളുടെ ട്രിവാൻഡ്രം വണ്ടി നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളെ പിടിച്ചില്ലെന്ന രീതി വണ്ടി പോയി. അപ്പോൾ ഉടനെ ഡ്രൈവറിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവിടെ നിൽക്കും. നിങ്ങളുടെ ഉടമ്പടി ധ്യാനം എല്ലാം അവിടെ വെച്ച് ഉടയും. ഉടമ്പടി നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ ആരാണെന്നുള്ളത് പുറത്തു വരിക്കണം ആ സാധനം. അങ്ങനെ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങളെന്താ ചെയ്യണത്? ആ വണ്ടി വിട്ടുപോയി. അതെന്ത് ചെയ്യണം? കുറച്ച് നേരം കൂടി കാത്തു നിൽക്കണം. ഞാൻ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞാൻ കാത്തു നിൽക്കും ഈ വെയിലത്ത്. ആ സംഭവം നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഉടനെ വരവ് വെച്ച് എഴുതി മാറ്റണം. ഇങ്ങനെയാണ് സ്നേഹത്തെ വളരണത്. പ്രീഡിയ അല്ല ദൈവൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല. മറിച്ച് എനിക്കുണ്ടായിരുന്ന ക്ലേശത്തെ അത് ആരിൽ നിന്നുണ്ടായാലും, വീട്ടിലുണ്ടായാലും, വഴിയിലുണ്ടായാലും, ഇവിടെ നിന്നുണ്ടായാലും, ക്ലേശമെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് നോക്കുമ്പോൾ എന്താണത്? കുരിശാണ്. ക്രിസ്തു കുരിശിനെ എന്ത് ചെയ്തു? അത് മതി. അതായത് ക്ലേശമെന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ ഉണ്ടാക്കിയാലും കണ്ടക്ടർ ഉണ്ടാക്കിയാലും വീട്ടുകാരുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ക്ലേശമെന്ന് പറഞ്ഞ സാധനം എന്താ? ബേസിക്കായിട്ട് അത് കുരിശാണ്. ഈ കുരിശിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചവിട്ടൊടിക്കണേണ് അല്ല. ക്രിസ്തു എന്താ ചെയ്തത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. കുരിശിൻ്റെ അവസാനം എന്താ പറഞ്ഞത്? കുരിശിൻ്റെ ആദ്യ വിശ്വാസം പറഞ്ഞില്ല. അത് ഡ്യൂട്ടിയെല്ലാം പൂർത്തിയാക്കിയിട്ട് കുരിശ് എന്ത് ചെയ്യണമെന്നുള്ള അവസാനം പറയും. എന്താണ്? കുരിശ് അപ്പായെ ഏൽപ്പിക്കുന്നു. ഇത് ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു തരേണ്ടത് എന്താണ്? അപ്പായുടെ സ്നേഹം. നിൻ്റെ സ്നേഹത്താൽ ഞാൻ മഹത്വപ്പെടട്ടെ. അപ്പ മഹത്വപ്പെടുത്തി കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അപ്പ മഹത്വപ്പെടുത്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കണ്ടു സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തോ നൽകും ഞാനിനി
പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോഴേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ തരുമ്പോഴേ അതെല്ലാം കൺവേർഷനിലേക്ക് മാറ്റണം. അതെല്ലാം ക്ലേശങ്ങളെല്ലാം സ്നേഹമായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ആധ്യാത്മികമായ ഒരു മെറ്റാബോളിസ പ്രക്രിയ അവിടെ നടക്കുന്നത്. ഒരു പചന വ്യവസ്ഥയാണ് നമുക്ക്. ആ പചന വ്യവസ്ഥയിൽ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. പക്ഷേ ക്ലേശമായിട്ടാണ് നമുക്കതിനെ കിട്ടണത്. നമ്മളതിനെ പാചകം ചെയ്താണ് ക്ലേശങ്ങളെ നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മുതലായ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ ചേർത്തുകൊണ്ട് ഈ ക്ലേശങ്ങളെ നമ്മൾ ദൈവസംഘത്താൽ പാചകം ചെയ്യും. പാചകം ചെയ്തിട്ടാണ് ഇതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, ജീവിത ധർമ്മമാണ്, അതുപോലെ ജീവിത ശൈലിയാണ്. ഇതാ അല്ല ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതിയിട്ട് കെട്ടിത്താത്തിയിട്ട് പോകണമല്ല കേസ് കെട്ട്. അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ പ്രക്രിയകൾ, അതിൻ്റെ ഭാഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഉടമ്പടിയുടെ പ്രക്രിയയുണ്ട്, അതിൻ്റെ ജീവിത രീതികളുണ്ട്, അതിൻ്റെ ഒരു ഭാഷ്യമാണ്. എന്ന് വെച്ചാൽ ഇതിൽ ഇൻ കേസ് നിങ്ങൾ അതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം പൈതലായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്താ കാര്യം? നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. കർത്താവിൻ്റെ സ്നേഹിതനാണെങ്കിൽ, കർത്താവിൻ്റെ സ്വന്തമാണെങ്കിൽ, അത് നീയാണെങ്കിൽ എനിക്കും കടലിൻ്റെ മീതെ നടക്കാനുള്ള അവകാശമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഡോക്ടർ കെസ്യയോട് പറഞ്ഞു, ഈ കുട്ടി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞു. അതാണ്. പക്ഷേ പിറ്റേ ദിവസം ദിവ്യകാരുണ്യനാഥനെ നിത്യാരാധനയിൽ കെസ്യ കാണുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ സങ്കടം അവളുടെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ദിവ്യകാരുണ്യനാഥനെ കാണുമ്പോൾ കെസ്യ പറയും, ഞാൻ ഉടമ്പടിയുടെ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കും. ആ ഒരു ഡയലോഗിൻ്റെ പോക്ക്, കമ്മ്യൂണിക്കേഷൻ പോക്ക് കണ്ട, ഇതിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ കണ്ട. ഈശോനെ ദിവ്യകാരുണ്യനാഥനെ കണ്ടപ്പോൾ കെസ്യ ചോദിക്കണത് എന്താണ്? ഞാൻ അമ്മയെടുത്ത് ഉടമ്പടി എടുത്തായിരുന്നു, ആ കാര്യം അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്താ കാര്യം? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, അവളുടെ കുഞ്ഞിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറയണത്. എന്നിട്ട് പിന്നീട് ഇവിടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഈശോയോട് ചോദിക്കും, ഈശോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണേ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്തിരിക്കണേ, എൻ്റെ ഉടമ്പടിയെ നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓരോ പ്രാർത്ഥനയുടെ രീതി കണ്ട. പുറത്തിറങ്ങുമ്പോൾ ഒരു മഴവില്ലിങ്ങനെ ഇവിടെ മുമ്പിൽ നിന്ന് വീശിയിട്ടിങ്ങനെ ആകാശം മുഴുവൻ നിറഞ്ഞ് കിടക്കും. മഴവില്ലെന്താണ്? ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ബൈബിൾ സൂചനയാണ് മഴവില്ല്. എന്താണ്? ഞാനത് ഓർക്കുന്നുണ്ടെന്ന്. അപ്പോൾ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഉടമ്പടി മഴവില്ലേ? മഴവില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 9:16. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ
ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. Praise the Lord. Hallelujah, hallelujah. യേശുവേ hallelujah, hallelujah, hallelujah. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീരും. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ. കെസ്സിയ കണ്ടമാലി, അതായത് ഇവൾ പറയുന്ന രീതികൾ എന്താണ്? അവസാനം ചോദിക്കുന്നതാണ്. എന്താണ്? എത്രയോ മനുഷ്യർ ഉടമ്പടി എടുക്കുന്നതാണ്. കെസ്സിയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, അതും ദിവ്യക്കാരുടെ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹം ഉണ്ടാകണം, ഈശോയോട് എന്ത് ബന്ധമുണ്ടാകണം. അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ്, പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില്ല് ഒരറ്റം തൊട്ട് മേഘത്തെ നിറഞ്ഞു നിൽക്കുന്നത്. മഴവില്ല് എന്താ പറയുന്നത്? എന്താണ്? ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ്, ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ്. ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി 10:9-16 അനുസരിച്ച് കൊണ്ട് ഈ മഴവില്ല് മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം, ഞാൻ നിനക്കും എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുമെന്ന്. ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ച് എഴുന്നേറ്റ് നടക്കുന്നതാണ്. ഇത് കഥ മാത്രമല്ലല്ലോ, കൊച്ചെഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ. അത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിറയുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു അമ്മേ എൻ്റെ അമ്മേ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. Praise the Lord. Praise the Lord. അപ്പോൾ ഈ ഒരു വൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത്. കെസിയായുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം വന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, കൃപാസ്നേഹത്തിൻ്റെ വാതിക്കലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ തറവാട്ട് മഹിമ, നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാർക്ക് നിങ്ങൾ വിസ്മരിക്കണം. വിസ്മരിക്കണം എന്ന് പറയാൻ കാരണം, ഇത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിൽ കമ്മ്യൂണിക്കബിൾ ആകുന്നതിന് കുറേ തടസ്സങ്ങൾ വരും. ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണം. അതുകൊണ്ടാണ് അവിടെ അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം, ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ 1:49 പറഞ്ഞില്ലേ, വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം, നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്.
കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ്, ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് കെസിയെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന വിശ്വാസത്തെക്കാൾ ഉപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹമെന്ന് പറയുമ്പോൾ അതിൽ എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പത്രോസ് എന്തും ചെയ്ത് കളയണത്. അങ്ങാണെങ്കിൽ പിന്നെ എന്താ, ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും. അത്രയും സ്വാതന്ത്ര്യം യോഹന്നാന് ഇല്ല. അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല. ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കണത് അത്രയും വലിയ സ്നേഹത്തിൻ്റെ തോതിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ ദൈവസ്നേഹത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 25 സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് 10 സാക്ഷ്യം, കളക്റ്റീവായിട്ട് 15 സാക്ഷ്യം, അങ്ങനെയാണ് 25 സാക്ഷ്യം ഒരു ദിവസം അപ്പ് ചെയ്യാണ്. ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിള് ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും. എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. സാക്ഷ്യം ചോറാണ്. ബൈബിൾ അരിയാണ്, സാക്ഷ്യം ചോറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം? ബൈബിൾ ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്, അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ്. ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം, ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം, അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാശ, അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാശ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഇതിലാണ് ഈ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യാനുഭവം, ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ്. അത് ഭയങ്കര തീക്ഷ്ണമായിരിക്കും. എന്താ കാര്യം വെച്ചാൽ വേണേ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ പോലെ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും വചനമൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പറഞ്ഞും ഒക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നവർ, കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും, അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ, ഈ പ്രഭുത്വ സഭയുടെ ഒരു കുഴപ്പം, ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷിച്ച വെള്ളം പോലെയാണ്. അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ യേശുവിനെ അറിയിക്കുക, ലോകത്തിൽ യേശുവിനെ കൈമാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക. ചിലപ്പോൾ 5-6 പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം. അങ്ങനെയല്ല. ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു 50,000 പേര് കണ്ടാൽ നീ 50,000 പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ്. 50,000 പേര്. അപ്പം നിങ്ങളെന്താ പറയേണ്ടത്? കർത്താവേ,
ഈ വർഷം 2024 ഒരു 10 ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ. നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം പേരുടെ മുമ്പിൽ 2024 എന്നെ സാക്ഷിയാക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ 10 ലക്ഷം ഈ വർഷം 10 ലക്ഷം പേരുടെ മുമ്പില് നിന്റെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ. സാക്ഷികളായി കരങ്ങളടിച്ചുകൊണ്ട് പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഒരു മോളയുടെ മാതാവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവളുടെ പുറമ്പോക്ക് ഭൂമി നിയമവിരുദ്ധമായ വിധേയമായി. അത് 2 ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? ഞാൻ അതിനൊക്കെ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സബ്ജക്റ്റ്. എന്താണ്? കവനൻ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഉടമ്പടിയും അതായത് വിനിമയവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞപ്പോൾ ഇവരോട് പറഞ്ഞ് 15 രൂപ അടച്ച്. അപ്പോൾ പറഞ്ഞാൽ എന്താണ്? നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം മേടിക്കാൻ വേണ്ടി മാതാവ് പറഞ്ഞ പോലെ ഓടി. അവളുടെ പേര് ഇവിടെ എടുത്തിട്ടുണ്ട്, അതായത് പുഷ്പ, കാസർഗോഡ്. ഈ ആഴ്ചത്തെ സാക്ഷിയാണ്. അപ്പോഴേ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ, അവളവിടെ ചെന്നപ്പോഴാണ് മാനേജറിനോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം, പൈസ എല്ലാം ലോൺ എടുത്ത പൈസ മൊത്തം അടക്കുക. അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത്. മാതാവേ എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചു. അതാ കമ്മ്യൂണിക്കേഷൻ. ഉടനെ അവിടെ ഇരുന്നേച്ച് ചോദിക്കും, മാതാവേ എന്നെ ചമ്മിച്ച, നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത്. അപ്പോൾ അവൾ തിരിച്ചടക്കുമ്പോൾ മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും. ഈ സാക്ഷ്യം ഇങ്ങനെ ഇത് പൊക്കുന്ന രസമാണിതിൽ. നിങ്ങൾ ഇന്ന് ഇടുന്നുണ്ടോ? അത് നോക്കിയേക്കണേ. അതായത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയം മേടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെപ്പോലെ ഇരുന്ന് ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം, ഞാനൊരു ദർശനം പറയും. എന്താ പറയണത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കട്ടി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് അത് പറയണ സമയത്ത് ചെയ്തിരിക്കും. പിന്നെ വന്നടുത്ത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണത്. അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരെന്നെ കളിയാക്കുക, മറ്റുള്ളവരെന്നെ ട്രോളുക, അത് ഞാൻ നോക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞത്? അതായത് 12655 ഫോൺ നമ്പരോടൊരു സൂക്ഷിക്കുക. ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയ അവരും പറയത്തില്ല, ചുമ്മാ തോന്നിയായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് ഡിസൈൻമെൻറ്റിൽ അത് കർത്താവിൻ്റെ മെസ്സേജാണെന്ന് തോന്നി. 12655. അപ്പോഴേ ഇതിൻ്റെ അകത്തിരുന്ന് ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരിപ്പുണ്ടായിരുന്നു. പുഷ്പ പറയും, ഇത് എൻ്റെ ഫോൺ നമ്പറാണല്ലോ. അതാ വിഷയം. കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല, കവനൻ്റെ കമ്മ്യൂണിക്കേഷൻ. ഈ 126 എൻ്റെ നമ്പർ അവസാനിക്കണത്. എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കുന്നത് 55. അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും, ഇന്ന് കർത്താവ് കൃപാസനത്തിൽ ഒരു നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ 126 എൻ്റെ നമ്പരാണ്, 55 ചേട്ടായിയുടെ നമ്പരാണ്. അപ്പോൾ ഉടനെ ഷൈജു വന്നുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, നമുക്ക് ലോട്ടറി അടിയിരിക്കും അല്ലേ, അതെനിക്കറിയാൻ പറഞ്ഞു പറയും. കാര്യം വേറെ മാർഗമൊന്നുമില്ല. പെര വെക്കാൻ വേണ്ടി വീട് വെക്കാൻ വേണ്ടിയാണേ.
വീട് വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമല്ലോ. വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവള് അടുക്കളയിൽ ഇരിക്കുമ്പോൾ മാതാവ് പറയും, ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ. അപ്പോൾ കടുക് പൊട്ടിച്ചോണ്ടിരിക്കുക, പറയിട്ടുകൊണ്ടിരിക്കുകയാണ്, നീ അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ. ഉടനെ ഇവൾ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോട്ട് നോക്കി ഇരിക്കുന്നു, ബാക്കിൽ പാമ്പിരിക്കണം. അവൾ ന്യൂട്രായിട്ട് ചേട്ടനെ വിളിച്ച് എഴുന്നേപ്പിച്ച് മാറ്റി ഓടുന്നു. മാറ്റിയിട്ട് പാമ്പിനെ തല്ലിക്കൊന്നുകളയും. പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോൾ പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം, വലിയ പാമ്പ്. അപ്പോൾ ഇവർക്ക് കരച്ചിലാവും, കർത്താവ് ഈ പുറമ്പോക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും. അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോണത്. അപ്പോൾ വീടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ട്. പാമ്പ് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവൾ ഈശോയോടാണ് പറയണത്, വേറെ ആരോടും പറയത്തില്ല, വേറെ ആരും പറയാനില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ്, എവിടെയെങ്കിലും പോയി താമസിക്കണ്ടേ, ഇവിടെ എങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവളുടെ സങ്കടക്കാരെന്ന് വെച്ചാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ 2-3 കുഞ്ഞുങ്ങളാൻ മറ്റോ ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉടത്തിക്കിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളുടെ ട്യൂബ് ലൈറ്റ് വിട്ടിരിക്കുക അവിടെ. എന്താ കാര്യം, പാമ്പ് വരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ. പാമ്പ് സമയത്ത് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പറയും, എത്ര ഉറക്കവിൻ്റെ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി. പക്ഷേ എവിടെ പോകാനാണ്, ആര് കാശ് തരാനാണ്, എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷമാണ്. അപ്പോൾ അതിനിടയ്ക്ക് എങ്ങനെ ജീവിക്കും, എവിടെ പോവും, എങ്ങനെ വീട് വെക്കുമ്പോഴാണ് ഇന്ന് ചിന്തിക്കുമ്പോൾ മാതാവ് പറഞ്ഞത്, പട്ടയം റെഡി ആയിട്ടുണ്ട്, പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. പട്ടയം മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. പക്ഷേ വീട് വെക്കാൻ പട്ടയം കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ 126-55 ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും. കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറയും. അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് 126, ചേട്ടൻ്റെ നമ്പർ 55 അവസാനിക്കുന്നത്. വീട്ടിൽ ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് നമ്മളെക്കുറിച്ച് കൃപാസനത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുവാടി, അതറിയാൻ പാടില്ല, ഈ നമ്പറില്ല നമ്പറാണ്. ഇങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടി എങ്ങനെ ജീവിക്കും, ഇതെന്താണ് എൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ 126 റിങ് ചെയ്യും. റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയമുള്ള ആൾ വിളിക്കും. ഒരു 2 കിലോമീറ്റർ അകലെയുള്ളവർ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും. അപ്പോൾ അവർ വിളിക്കുക, അവർ പള്ളിയിൽ എന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ഓഫിന് എന്തോ ചെയ്യാനാണ് വിചാരിച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷയിൽ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കും. കൊടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ്. എൻ്റെ മകൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്, അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാശ് തിരിച്ചു തന്നാൽ മതി, അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും, വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റോറി പണം പോക്കുണ്ടല്ലേ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ച് പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി. ഇത്രയും ഉടമ്പടിയിലുള്ള അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരും ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ പതിമുക്കാൻ ചെയ്യത്തില്ല. പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം. കാര്യം ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും. ഇപ്പം നോക്കുമ്പോൾ കെസി ആയാലും ശരി, അതുപോലെ തന്നെ ഈ പുഷ്പയാലും ശരി, അവളുടെ അവസ്ഥകൾ അവൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. അതായത് ഇതൊരു റിലേഷനാണല്ല, ബയലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷി, 2 കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ. അപ്പോൾ ദൈവം ആ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരിപ്പോൾ പുതിയ വീട് വെച്ച് താമസിക്കുകയാണ്. കസ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇനി വീട് വെക്കാമെന്ന വേറെ രസമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ പറയവേ, കർത്താവേ എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും. ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയല്ല. നമ്മുടെ വിഷയം എന്താണ്? കവനൻ്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്നൊരു കർത്താവിന് പറയും, നീയാണ് ഇപ്പോഴേ ഈ 5 ലക്ഷം രൂപ അങ്ങനെ കൊണ്ട് തടിയിച്ചതെന്ന് എനിക്കറിയാം.
അതിനൊരു അടയാളം തരാൻ പറയും, നീയാണോ ഉള്ളതെന്ന്. ഉടനെ ഒരു വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തെ സാധനം ചീട് തെറപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് വരുമ്പോൾ ഈ പണിക്കൻ പറയും, ഒരു നിമിഷം ഞാനൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലട്ടെന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ ക്രിസ്ത്യാനി അല്ല. അതാണ് വിഷയം. വിളിച്ച ആളാണ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലട്ടെന്ന് ചോദിക്കുന്ന ആളാരാണ്? ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതൊരു അടയാളമാണ്. അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് അതായത് ഇപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവർ ശരിക്കും പറഞ്ഞാൽ അത് ബൈബിൾ വരെ പറയണ വിഡ്ഢിയാന്മാരെന്നാ. എന്താ കാര്യം? അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ. അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാണ് ഉള്ളത്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്. അപ്പം അത് എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം, അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത്, വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത്. പിടികിട്ടിയ നിങ്ങളത്തെ വിഷയം, ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം, അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും. പക്ഷെ അതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കാര്യം ഞാനൊരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല, നിത്യത വരെ എത്തുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ നിത്യത വരെ എത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്ന, ഉടമ്പടിയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടനടി പരിഹാരവേഗം ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരവേഗം അവൻ പറയുന്നത് ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക. എപ്പോൾ ഈ ധ്യാനം കൂടിയാലും ധ്യാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം. നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. എന്നെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ, യേശു കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേറ്റു പറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയ്ക്ക് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. അമ്മ അത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല,
ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എല്ലാവരും ഐശ്വര്യം സാധ്യമല്ലാത്തവർ എല്ലാം സാധ്യമായ ഈശോ നിനക്ക് സ്വസ്ഥവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കും. കർത്താവ് നിന്നെ വിശുദ്ധമാ വലതുകരം തിരുമലവാർന്ന അത്ഭുതകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കുന്ന പ്രാർത്ഥന അവിടെ ബന്ധങ്ങളിലും മാംസപെച്ചുകളിലും ഞരമ്പുകളിലും ശരീരകോശങ്ങളിലും രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ അസ്ഥികളിലും അസ്ഥിക്കൊടുകളിലും തലച്ചോറിലും ശരീര ഞരമ്പുകളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ഹൃദയ ഞരമ്പുകളിലും കരളിലും ഗർഭാശയത്തിലും ഉദരാശയത്തിലും കർത്താവെ ശിഷ്ടമുള്ള സ്ഥലങ്ങളിലെ കർത്താവെ പീരീഡ്സ് കറക്റ്റാകാത്തവരുടെ രക്തസ്രാവം നിൽക്കാത്തവരെ സ്പർശിക്കണമേ. മാനസിക അസ്വസ്ഥതകളെ സ്പർശിക്കണമേ. കർത്താവ് എപ്പിലെപ്സി രോഗികളെ സ്പർശിക്കണമേ. ആസ്മ രോഗികളെ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. കുടുംബങ്ങളിൽ തകർച്ചയുള്ളവരും വിശ്വാസം കുറഞ്ഞുള്ളവരും സംശയം കൂടിയവരും ഉടമ്പടിക്ക് ഇതുവരെ അനുഭവമില്ലാത്തവരും ഉടമ്പടി ഉടപ്പിയിട്ടുള്ളവരും കർത്താവ് ഉടമ്പടി പരീക്ഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവരും എല്ലാവരുടെയും ദൈവസ്നേഹം നിറക്കണമേ. കർത്താവിൻ്റെ കരുണ മാർഗരോഗങ്ങൾ തിരാവേദികൾ ജീവദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ തിരാവേദികൾ ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വാദരോഗങ്ങൾ വിസർപ്പരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ എല്ലാ പേശികളിലും ഞരമ്പുകളിലും കോശങ്ങളിലും അട്ടലുകളിലും തെറിച്ചുപോയ തെന്നിപ്പോയ കശേരികളിലും കരളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. അരവിച്ച കോശങ്ങൾ, മുഴയുള്ള കോശങ്ങൾ, ശിസ്തുള്ള കോശങ്ങൾ, കർത്താവ് മുന്തിരിക്കൊലമുള്ള അസുഖങ്ങൾ, കുടലിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗികൾ, ഷുഗർ രോഗികൾ, കൊളസ്ട്രോൾ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് ഓട്ടിസം രോഗികൾ അങ്ങ് സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, കൈവക്കാൻ പറ്റാത്തവർ, അത് നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, പ്രസവത്തിന് ശേഷം കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, കേൾക്കാത്ത കുഞ്ഞുങ്ങൾ, കാണാത്ത കുഞ്ഞുങ്ങൾ, ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുവിനെ സ്പർശിക്കട്ടെ. അവിടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ. അവിടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ പിതാവിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. പല്ലിലെ വേദന, തൊണ്ടയുടെ അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മക്കളില്ലാത്തവര് കർത്താവ് സ്പർശിക്കട്ടെ. ഉരതരത്തെ സ്പർശിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് പോകാൻ പോയിട്ട് കഷ്ടപ്പെടുന്നവര്, നഷ്ടം തിരിയുന്നവര്, തിരിച്ചു പോകാൻ പറ്റാത്തവര് എല്ലാവരും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി വ്യക്തിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക.
സമാപന ആശീർവാദത്തിനായിട്ട് ശിരസ്സ് നമിക്കുക. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലെ പ്രവർത്തനങ്ങളിലൂടെ സ്നേഹം വർദ്ധിപ്പിച്ച്, സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ച്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച്, അങ്ങയോട് മോശയോടെന്ന പോലെ മുഖാമുഖം സംസാരിച്ചതുപോലെ അങ്ങയോട് സംസാരിക്കുവാൻ, അങ്ങ് പറയുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുകയും ഞങ്ങളുടെ മനസ്സിലൂടെ അങ്ങ് പറയുന്ന സംസാരവും സംഭാഷണവും ഗ്രഹിക്കുവാൻ തക്കവിധം ദൈവസ്നേഹമുള്ളവരായി ഞങ്ങൾ ഓരോരുത്തരെയും മാറ്റണമേ എന്നും അഭിഷേകം ചെയ്യണമേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ആശീർവാദത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഞങ്ങളെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ ദൈവസ്നേഹത്താൽ നിറയുന്നവരാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മറിയ, ആവേ 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 മറിയ. ഈ ഉടമ്പടി ധ്യാനം വീണ്ടും കൂടിയിട്ട് നിങ്ങളത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. രണ്ടാമത്തെ അറിയിപ്പ്, ഉടമ്പെടുത്തവർ അവരുടെ ദേശത്ത് ഉടമ്പടി കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചൊല്ലി ഉടമ്പടി ചൈതന്യത്തിൽ നിലനിന്ന് പോകാനും സുവിശേഷവരെ ഒരുമിച്ച് ചെയ്യാനുള്ള സംവിധാനം പ്രയോജനപ്പെടുത്തണം. അതിന് അഖണ്ഡ ജപമാല ഇവിടെ നൽകുന്നതായിരിക്കും. മൂന്നാമത്തെ അറിയിപ്പ്, ഇപ്പോഴത്തെ കുർബാനയുടെ ക്രമം അനുസരിച്ചുകൊണ്ട് രാവിലെ 7:30 മണിക്കാണ് കുർബാന. 7:30 മണിക്ക്, ഞായറാഴ്ചയും 7:30 മണിക്കാണ് കുർബാന. അമ്മയ്ക്കൊരു ഭവനം എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹായിക്കേണ്ടവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വണക്കം മാസത്തിൻ്റെതാണ്. മെയ് മാസം നമുക്ക് മാതാവിൻ്റെ വണക്കമാസ ദിവസമാണ്. ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് വണക്കം ആരംഭിക്കുന്നത്. പിന്നെ മെയ് 1 മുതൽ 31 വരെയാണ് വണക്കം, മാതാവിൻ്റെ വണക്കം. 1880-ലാണ് ഈ അനുഷ്ഠാനം സഭയിൽ രൂപപ്പെട്ടത്. അന്ന് മുതൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടി
ഈ നമ്മളിൽ നിന്ന് എടുക്കുന്ന സൽക്രിയയിലും അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള സക്രിയകളെല്ലാം അതിൻ്റെ ആദ്യ രൂപം വന്നിരിക്കുന്ന വണക്കമാസത്തിലാവുന്നത്. സുഹൃജപവും അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും. ഇപ്പോൾ മരിയൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വണക്കമാസം. അപ്പോൾ അത് വണക്കമാസം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അത് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി, നിങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ.